അതെ, ഞങ്ങളൊരു ഒരു ഫാമിലി ഫോട്ടോയാണ് തോന്നുന്നു. അല്ല, ഫാമിലി ഫോട്ടോ താഴെ ഇരിപ്പുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഈ ഫോട്ടോയാണ്. പക്ഷെ വലിയൊരു പ്രത്യേകതയുണ്ട്, ഈ ഫോട്ടോയ്ക്കകത്ത് ഒരാൾ ഉള്ളതല്ല. ആണോ? എനിക്ക് തോന്നുന്നു. ആരായിരിക്കും? ഇതിപ്പോ അങ്ങനെ വെച്ച് നോക്കാൻ ഉപ്പയായിരിക്കും അല്ലേ? അതെ, ഇതില് വാപ്പ ഉണ്ടായിരുന്നതല്ല, ഞങ്ങൾ വാപ്പ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കയറ്റി. അപ്പൊ എങ്ങനെ ഇത് ഈ പിക്കപ്പ് സംഭവിച്ചു? ഇത് ഞാനും ഉമ്മയും ഷനസും കൂടി എന്റെ ഒരു പരിപാടിക്ക് ആദ്യമായിട്ട് ഞങ്ങൾ കാസർഗോഡേക്ക് എന്റെ ഒരു പരിപാടിക്ക് വേണ്ടി പോയത്. അപ്പൊ യാത്രയുമായി നാട്ടിൽ പോയതുമായി അപ്പൊ ആ ഫോട്ടോ എടുത്ത സമയത്ത് വാപ്പ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ എന്ത് രസം അറിയോ, വന്ന് ചേർത്തത് വാപ്പ തന്നെയാണ്, പക്ഷെ കൂടുതൽ പെടുത്തുന്ന ആതിര. അവര് 3 പേര് ഡ്രസ് കോഡ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ആതിരയാണ്. അവര് കളർ ഡ്രസ് കോഡ് എനിക്ക് എഡിറ്റില് സത്യം പറഞ്ഞ ഇതുവരെ ഞങ്ങൾ അതിനെ ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സ്പെഷ്യൽ ആണല്ലോ നമ്മള്. തള്ളണ്ട. അപ്പൊ അങ്ങനെ 3 റൂമുകളാണ് അല്ലേ? നമുക്ക് ഇത് എന്റെ അനിയത്തിയുടെ ബെഡ്റൂം, ഇത് സ്റ്റോർ റൂം. അകത്ത് ആളുള്ളതുകൊണ്ട് കുട്ടികളാണോ? കുട്ടി നോക്കാം നമുക്ക്. ഹലോ, ഒളിച്ചിരിക്കാണ് വീട്ടിൽ വന്നിരിക്കുമ്പോ. റെഡിയാ വരുന്നു. ഇതാണ് ഈ വീട്ടിലെ ഒരു എന്താ പറയാ, പിങ്ക് റൂമോ. ഇത് ചെറിയ കുട്ടിയുടെ റൂം പോലെയാണല്ലോ വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരാള് കാര്യമായിട്ട് ബെഡിൽ കയറി കിടപ്പുണ്ട്. അതിപ്പോ ലാസ്റ്റ് ആയിട്ട് അനിയത്തിന്റെ ഗിഫ്റ്റ് കിട്ടിയതാണല്ലേ? ഇപ്പോഴും ഇന്ന് ഗിഫ്റ്റുകൾ ഇങ്ങനത്തെ ഗിഫ്റ്റുകളാണ് ഇഷ്ടം അല്ലേ? എന്നിട്ട് ഞാൻ ചോദിക്കുകയും ചെയ്തത്, ഞാൻ കൊടുത്തല്ലോ, ഇത് എനിക്ക് തരുമോ? തരൂല. നല്ല രസമില്ല, കളർ നല്ല രസമുണ്ട്. ആള് കുറച്ച് ഭീമനാണ്. ഈ ഒരു സ്പേസ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഒരു കുട്ടിത്ത് നിർത്തിക്കുന്ന പോലെ അല്ലെ, കുറച്ചൊരു പേസ്റ്റ് ഷെയ്ഡിൽ നിർത്തി. എന്നാൽ അത്രയും കുട്ടിയാക്കിയില്ല ഞങ്ങള്. ഭയങ്കര ഒരു വാൾ പേപ്പർ ചെയ്തിട്ടുണ്ട്. പിങ്ക് ആണ് കുറച്ചുകൂടി ഇഷ്ടം കളർ. നമ്മളിങ്ങനെ പിങ്കിലേക്ക് എത്തിയെന്ന് ഇപ്പോഴും അറിയില്ലല്ലേ? അതെ, പക്ഷെ ഇവിടെ ഓൾറെഡി നിന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ ബ്ലൈൻഡ് കർട്ടൻ ആണെന്നുണ്ടെങ്കിലും വെച്ചിട്ടുള്ളതാണ്. എല്ലാം ഒരു പിങ്ക് ഷെയ്ഡ്സിൽ കൊടുത്തിട്ടുണ്ട്. വാളിലാണെന്നുണ്ടെങ്കിലും അത് കൊടുത്ത് ട്രയൽ റൂമിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അടിപൊളി. ഇത് ശരിക്കും അവിടേക്ക് ഡോറ് പുറത്തോട്ട്. ഈ റൂമിന് അങ്ങോട്ടേക്ക് ഒരു ബാൽക്കണി ഉണ്ട്, അത് എന്റെ റൂമിൽ നിന്നും അങ്ങോട്ടേക്ക് ഒരു ബാൽക്കണി ഉണ്ട്. അപ്പൊ 2 പേർക്കും ഒരൊറ്റ ബാൽക്കണി, 2 എൻട്രൻസ് വരുന്നുണ്ട്. 2 എൻട്രൻസ് ഇവിടെ നിന്നുണ്ട്, അപ്പുറത്തുനിന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കൂട്ടിമുട്ടാം. എന്നിട്ട് ഞങ്ങൾ ഇന്നേ വരെ ആ ബാൽക്കണി തുറക്കേണ്ടി വന്നിട്ടില്ല. ഇത് നമ്മൾ ഫ്ലാറ്റ് പറയും നമ്മള് റൂമിന് ബാൽക്കണി വേണമെന്നൊക്കെ, പക്ഷെ തുറന്നിരിക്കല്. ഫ്ലാറ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ അത് സ്ഥിരം ഒരു യൂസ് ആയിരിക്കും, പക്ഷെ വീടുള്ളവർക്ക് ബാൽക്കണി ഒക്കെ ഒരു ഭംഗിയാ, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ എന്തായാലും ഇവിടുന്ന് ഈ റൂമിന്റെ അകത്ത് വാർഡ്രോബ് ആ വാളിനോട് ചേർന്ന് തന്നെ ആ സ്പേസ് മാക്സിമം കിട്ടുന്ന പോലെ അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ തുറക്കുന്നില്ല, അതിൽ കുറെ പ്രൊഡക്ട്സ് ഇരിക്കുന്നുള്ളൂ.